നിങ്ങളുടെ ബിസിനസ് ഒന്ന് വളർത്തണം അല്ലേ? അതിന് നമ്മൾ ആരെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയണം. ഡോക്ടർ അനിൽ ബാലചന്ദ്രന്റെ ഒരു അടിപൊളി കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്ക് പ്രധാനമായും 4 ടൈപ്പായിട്ട് തിരിക്കാം. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു ചെറിയ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ തലവേദനയായ ആ കസ്റ്റമർ ആരാണ്? എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളുമായി വരുന്നൊരാൾ കിട്ടിയോ? ആ മുഖമൊന്നും മനസ്സിൽ ഓർത്തു വെച്ചോളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഏതൊരു കസ്റ്റമറെയും ഈ പറയുന്ന 4 വിഭാഗങ്ങളിൽ ഒന്നിൽപ്പെടുത്താൻ പറ്റും. ഇതാരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിലാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ടു പോകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ട, നമ്മുടെ ബിസിനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന 2 തരം കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആൾ ചീപ്പ് കസ്റ്റമറാണ്. ഇവരുടെ ഒരേയൊരു നോട്ടം വിലയിൽ മാത്രമായിരിക്കും. വേറൊരിടത്ത് ഒരു 50 പൈസയ്ക്ക് സാധനം കുറഞ്ഞു കിട്ടിയാൽ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ അവർ അങ്ങോട്ട് പോകും. അതായത് ലോയൽറ്റി എന്നൊരു സംഭവം ഇവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇനി രണ്ടാമത്തെ കൂട്ടർ ഡിഫിക്കൽട്ട് കസ്റ്റമർ. നിങ്ങൾ എത്ര നല്ല സർവീസ് കൊടുത്താലും ശരി, എന്ത് നല്ല പ്രോഡക്റ്റ് കൊടുത്താലും ശരി, അവർക്കൊരു പരാതിയുണ്ടാകും. എന്തിലും ഏതിലും ഒരു കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ്. ഇത് നമ്മുടെ എനർജി മുഴുവൻ ചോർത്തിക്കളയും. ഇവരെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതാണ്: എന്ത് കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്തൊരു കാലൻ. നമ്മുടെ സമയവും കളയും, ഊർജവും കളയും. ശരി, ഈ നെഗറ്റീവ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബിസിനസ്സിനെ വളർത്താൻ സഹായിക്കുന്ന, നമ്മൾ ശരിക്കും ലക്ഷ്യം വെക്കേണ്ട 2 തരം കസ്റ്റമേഴ്സിനെക്കുറിച്ച് സംസാരിക്കാം. മൂന്നാമത്തെ ടൈപ്പാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയോ PGയോ ഒന്നുമല്ല കേട്ടോ. മറിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെക്കുറിച്ചും നമ്മുടെ ഇൻഡസ്ട്രിയെക്കുറിച്ചും നല്ല ധാരണയുള്ളയാളാണ്. ഇവർക്ക് വിലയേക്കാൾ വലുത് ആ പ്രൊഡക്റ്റിന്റെ മൂല്യമാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് പ്രീമിയം കസ്റ്റമർ. ഇവരെ നമുക്ക് ഇമോഷണൽ കസ്റ്റമർ എന്നും വിളിക്കാം. ഇവർ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ്, നമ്മുടെ ബ്രാൻഡിനോടുള്ള ഒരു വൈകാരികമായ അടുപ്പം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ്സിലേക്ക് ഈ ചീപ്പ്, ഡിഫിക്കൽട്ട് ടൈപ്പ് കസ്റ്റമേഴ്സ് മാത്രം വരുന്നത്? ഇതിന് കാരണമെന്താ? ഇവിടെയാണ് നമ്മളൊരു ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയേണ്ടത്. ഇത് യാദൃശികമായി സംഭവിക്കുന്നതല്ല. നമ്മൾ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ഇവരെ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. അതിനൊരു സൈക്കിളുണ്ട്. നോക്കൂ, നമുക്ക് കടയുടെ വാടക കൊടുക്കണം, സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, മറ്റ് ബില്ലുകളുണ്ട്, കയ്യിൽ ഒരു എമർജൻസി ഫണ്ടും ഇല്ല. അപ്പോൾ നമ്മൾ വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവും. ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ മുന്നിൽ വരുന്ന ആർക്കും സാധനം വിൽക്കാൻ നമ്മൾ നിർബന്ധിതരാവും. അങ്ങനെയാണ് ഈ വിലപേശുന്ന, പരാതി മാത്രം പറയുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പരിഹാരം എന്താണ്? നമ്മുടെ ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് ശരിക്കും നമുക്ക് വേണ്ടത് ആരെയാണ്? ഉത്തരം വളരെ ലളിതമാണ്. നമുക്ക് വേണ്ടത് എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സിനെയും നമ്മളോട് വൈകാരികമായി അടുപ്പമുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെയുമാണ്. ഇവരാണ് നമ്മുടെ ബിസിനസ്സിന് ശരിക്കും ഒരു മുതൽക്കൂട്ടാകുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: ഈ 4 തരം കസ്റ്റമേഴ്സിൽ എൻ്റെ ബിസിനസ് ഇപ്പോൾ ആരെയാണ് കൂടുതലായി ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഉത്തരത്തിലുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഭാവി.